ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാളിന് ശേഷമാണ് പുതിയൊരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പം തന്നെ വീഡിയോയിൽ ഇപ്പോഴേ വരണം എന്നൊന്നും ഞാൻ വിചാരിച്ചതല്ല. വയ്യ ഗൈസ്, കുറേ നാളായിട്ട് ഒന്ന് മാറുമ്പോൾ ഒന്നായിട്ട് അസുഖം. കഷ്ടകാലമാണ് തോന്നുന്നത്. എനിക്ക് കണ്ടക ശനി എന്നൊക്കെ പറയില്ല, അങ്ങനെ എന്തോ ഒരു ശനിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഭയങ്കരമായിട്ട് അസുഖങ്ങളും കാര്യങ്ങളും സമാധാനമില്ലായ്മയൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. അതാണ് ഞാൻ വീഡിയോസൊന്നും ചെയ്യാത്തത്. ഇപ്പോൾ മെയിനായിട്ട് ഞാൻ ഇന്ന് വീഡിയോ ഇടാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ യൂട്യൂബ് ഫോളോവേഴ്സിൽ 1-2 പേര് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫ്രണ്ട്സാണ്. അപ്പോൾ അവരെനിക്ക് മെസ്സേജ് ചെയ്തിട്ട് ചോദിച്ചു, നീ ലാസ്റ്റ് ഇൻഷുറൻസിനൊരു വീഡിയോ ഇട്ടിട്ട് പിന്നെ എന്താ വേറെ വീഡിയോസൊന്നും ഇടാത്തത്? ഇൻഷുറൻസ് അത് ഭീഷണിപ്പെടുത്തിയോ, എന്തെങ്കിലും പറ്റിയോ? അങ്ങനെയൊക്കെ കുറേ പേരുടെ മെസ്സേജൊക്കെ വന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വന്ന് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. കുറേ ഇൻഷുറൻസിന് വീഡിയോ ഇട്ടതിന് ശേഷം എനിക്ക് ഒരുപാട് മെസ്സേജുകൾ മെയിലിലായിട്ടും കുറേ ആൾക്കാർ പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഞാനിട്ട വീഡിയോനോട് ഞാൻ ഇപ്പോഴും അതിൽ നെഗറ്റീവ് പറഞ്ഞിട്ട് ഒരുപാട് പേരുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോഴും അത് അങ്ങനെ തന്നെ പറയാം, ഇൻഷുറൻസ് കൊള്ളില്ല. ഇതുവരെ എനിക്കതിലൊരു ഇനിയും എന്തൊക്കെയോ ഡോക്യുമെൻറ്റ്സ് വേണമെന്ന് പറയുന്നു. ഇനി ഹോസ്പിറ്റലിൽ തിരിച്ചു പോകണം, അവിടെ നിന്ന് ഇനി എന്തൊക്കെയോ വേണമെന്ന് പറയുന്നു. ഇതിന് പുറകെ നടക്കാം, ജീവിതകാലം മുഴുവൻ അതിന് പുറകെ നടക്കാവുന്നവർക്ക് അതിന് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവും. അല്ലാത്തവർക്ക് ഒരു കാര്യം ഉണ്ടാവുമെന്ന് എനിക്ക് അങ്ങനെ എനിക്കൊരു ഇത് മേടിക്കണ്ടായി. അപ്പോൾ അങ്ങനെ എനിക്കൊരു ഉപകാരം ഉണ്ടാവും തോന്നില്ല. ഇൻഷുറൻസിനെ കുറിച്ചിട്ട് ഞാനിനി ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ കൂടെ ലാസ്റ്റായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് മുന്നേ എനിക്ക് കുറച്ചും കൂടെ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിൻ്റെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടത് മെയിനായിട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് നാളായിട്ട് PCOSന് മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ PCOS PCOD ഒക്കെ ഉള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ടിപ്സ് ആൻഡ് ട്രിക്സ് എനിക്ക് പറഞ്ഞു തരണം. കാരണം എനിക്ക് പറ്റുന്നില്ല. വണ്ണം വെച്ച് ഞാൻ ഒരു 10 കിലോ വെയിറ്റ് ഞാൻ ഭയങ്കരമായിട്ട് കൂടി. ഇത്ര തടിയൊന്നും ഞാൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ ചെയ്യാനോ ഒന്നിനുള്ളൊരു കോൺഫിഡൻസ് ഇല്ല. ഞാൻ ഭയങ്കര തടി വെച്ചുകൊണ്ട് എനിക്കൊരു ക്യാമറയുടെ മുന്നിൽ തന്നെ എന്നെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര എന്തൊരു കോലം അങ്ങനെ തോന്നുകയാണ്. തടി എല്ലാവർക്കും ഈ തടിയിലൊന്നും പ്രശ്നമായിരിക്കില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചത് എനിക്ക് ഭയങ്കര ബോറായിട്ടാണ് തോന്നുന്നത്. അല്ലാണ്ട് എൻ്റെ ഡ്രസ്സ് ഒന്നും സ്യൂട്ടാവുന്നില്ല. പിന്നെ എനിക്ക് ഭയങ്കര ഹെയർ ഫോളായിരുന്നു. അപ്പോൾ ഞാൻ മുടിയൊക്കെ വെട്ടി എന്തൊക്കെയോ ഞാൻ കാണിച്ചു കൂട്ടി. തടി കുറയാൻ വേണ്ടിയിട്ട് ഞാൻ പല രീതിയിൽ ട്രൈ ചെയ്തു, പട്ടിണി കിടന്ന് നോക്കി. പക്ഷെ നടക്കുന്നില്ല. പിന്നെ ഞാൻ അറിയുന്നത് പട്ടിണി കിടന്നിട്ട് കാര്യമില്ല, തടി കുറയില്ല എന്ന്. ഇതിൻ്റേതായിട്ടുള്ള കുറേ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ഒരു മാസമായിട്ടേ ഉള്ളൂ ഞാനിപ്പോൾ മെഡിസിൻസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട്. പക്ഷേ ഒരു മാസം കൊണ്ട് എനിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടായെന്ന് വെച്ചാൽ മാറ്റമൊന്നും ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. ബോഡി വീക്കാവുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ മെൻ്റലി വീക്കാവും. എനിക്കൊന്നും ചെയ്യാൻ തോന്നുന്നില്ല. ഭയങ്കര ടയേർഡാണ് ഞാൻ എപ്പോഴും. പിന്നെ ഒരു കാര്യം ഇതിൻ്റെ ഇടയിൽ പറയാം, ഞാൻ ഈ സംസാരിക്കുന്ന നേരത്തെ മുഖത്ത് ഒരു ഗോഷ്ഠിയും അഭിനയം ഉണ്ടെങ്കിൽ അതെനിക്ക് ജന്മനാ ഉള്ളതാണ്. എന്നോട് കുറേ പേര് അത് പറയാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകുന്നു. എന്താമത്തെ ഞാൻ അത്ര നല്ല രസത്തിലല്ല. അപ്പോൾ ആ സമയത്ത് എന്നോട് ഇങ്ങനെ ദയവ് ചെയ്ത് പറയരുത്. കഴിഞ്ഞ ദിവസം 1-2 പേര് എന്നോട്, പൂജയ്ക്ക് മീശ ഉണ്ടല്ലോ, പൂജയ്ക്ക് എന്നെക്കാളും നല്ലോണം മീശ ഉണ്ടല്ലോ, പൂജയ്ക്ക് നല്ലോണം താടി ഉണ്ടല്ലോ, മുഖം നിറയെ ഹെയർ ആണല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ പേരെനിക്ക് എന്നെ ബോഡി ഷെയിം ചെയ്യാൻ തുടങ്ങി. എനിക്കതൊന്നും തീരെ പറ്റുന്നില്ല. ഞാനിതൊക്കെ ഉണ്ടാതിരിക്കുന്നത് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്. അപ്പോൾ ദയവ് ചെയ്തിട്ട് ആരോടും പോയിട്ട് മീശ ഉണ്ട് താടി ഉണ്ട് എന്നൊന്നും പെൺപിള്ളേരുടെ അടുത്ത് പോയി പറയരുത്. അങ്ങനെയും കൂടെ കേൾക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഡൗൺ ആവും. അതൊക്കെ എനിക്ക് ജന്മനാ ഭയങ്കര മീശക്കാരിയൊന്നും ആയിരുന്നില്ല. എനിക്കിപ്പം ഈ ഒരു കണ്ടീഷൻ വന്നതിന് ശേഷമാണ് മീശയും ഫേഷ്യൽ ഹെയർസൊക്കെ ഭയങ്കരമായിട്ട് വരുന്നതും വണ്ണം വയ്ക്കുന്നതും ഭയങ്കരമായിട്ട് അങ്ങനെ കരിവാളിച്ചിരിക്കുന്നതും അങ്ങനെ കുറേ പ്രശ്നങ്ങൾ എനിക്കിതിന് ശേഷം ഉണ്ടായി. അപ്പം ഞാൻ ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറുന്നത് വരെയും ഇനി വീഡിയോസ് ഒന്നും ഇടില്ല അങ്ങനെയൊക്കെ വിചാരിച്ചായിരുന്നു. പിന്നെ ഇപ്പോൾ മെസ്സേജൊക്കെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു മാസം കൊണ്ട് എനിക്ക് കുറച്ച് മാറ്റം വരുമെന്ന് ഞാൻ വിചാരിച്ചു. ഒരു മാസം കൊണ്ട് എനിക്ക് ഒരു മാറ്റം വന്നില്ല. അപ്പോൾ അത് വിചാരിച്ചു ഇനി ഞാൻ വീഡിയോസ് ഇടാതിരുന്നിട്ട് എന്താ, വീഡിയോസ് ഇട്ടേക്കാം. ഞാനില്ല ജീവിതകാലം മുഴുവൻ ഇങ്ങനെ തടിയേറ്റി വെച്ചാണ് ഇരിക്കുന്നെങ്കിലോ. അപ്പം ഞാൻ അതുകൊണ്ട് ഇങ്ങനെ അപ്പം അതാണ്. അപ്പോൾ ആരെങ്കിലും PCOS ഒക്കെ ഉള്ളവരുണ്ടെങ്കിൽ മാറിയവരുണ്ടെങ്കിൽ മാറുകയെന്ന് പറഞ്ഞാൽ കൺട്രോൾ ചെയ്തിട്ട് നല്ല പഴയ പോലെ ലൈഫ് സ്റ്റൈലിലേക്ക് വന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് അയക്കാം, ഒന്ന് എന്നോട് പറയുക. കാരണം ബുദ്ധിമുട്ടാണ്, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. എന്നെ സംബന്ധിച്ച് എൻ്റെ പഴയ ഡ്രസ്സുകളൊന്നും എനിക്ക് ഫിറ്റല്ല. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് പിന്നെ നമ്മൾ കുറേ നാൾക്ക് ശേഷം കാണുന്നവരുണ്ടാവില്ല. അപ്പോൾ അവരൊക്കെ വന്നിങ്ങനെ ചോദിക്കുക, ഭയങ്കരമായിട്ട് തടി വെച്ചല്ലോ, എറണാകുളത്ത് പോയപ്പോൾ ഭയങ്കര തടിച്ചു, അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് എന്തൊക്കെയോ അത്
അത്ര അങ്ങോട്ട് സൂഹിക്കുന്നില്ല. എന്ത് ചെയ്യാനാ, ഞാനും ഫുഡൊക്കെ നല്ലോണം കൺട്രോൾ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നിട്ടും ഞാൻ തടി കുറയുന്നില്ല. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വയ്യാത്ത കാരണം കൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും ചെയ്യാത്ത. വീഡിയോ കാണുമ്പോൾ കുറേ പേര് വിചാരിക്കും ഈ വീഡിയോ ചെയ്യാതിരിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് എന്താ കാരണം ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല. എന്നാലും എന്നോട് ചോദിച്ചാൽ 1-2 പേർക്കിട്ടൊരു വീഡിയോ. അപ്പോൾ ശരി, ടാറ്റാ, ബൈ.